നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും, നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. ഒരു വർഷം കൃത്യമായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ തന്നെ പിന്നീടുള്ള വർഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിനൊന്നും കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഒരു ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു മെത്തേഡിലേക്ക് നമ്മുടെ ഫോൺ മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആകുന്നതും നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിലിടുന്ന സമയത്ത് കൃത്യമായി അതേ മൊബൈൽ കമ്പനിയുടെ ചാർജറിൽ തന്നെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാർജ് ഫുള്ളാകാൻ വേണ്ടി ശ്രമിക്കരുത്. 80% പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങളുടെ ചാർജ് ഡിസ്കണക്ട് ചെയ്യുക. 20% നിന്ന് താഴേക്ക് ചാർജ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചാർജ് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന അവസ്ഥയിലേക്ക് മാറാതിരിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും ഹീറ്റാകുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാ ദിവസവും രാത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ പ്രവർത്തനം നമുക്ക് കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൽ നിന്ന് ഒരുപാട് ഡാറ്റകൾ സ്റ്റോറായി കിടക്കും. ഇത് കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം ഒരുപാട് വരാറുണ്ട്. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം കൂടും. മൊബൈൽ ഫോണിനകത്തുള്ള ആപ്പുകളുടെ പ്രവർത്തനം കാരണം റാമിൻ്റെ പ്രവർത്തനം കൂടുകയും ഫോൺ സ്ലോ ആകുകയും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ വർക്കിങ്ങിലേക്ക് നീങ്ങുകയും നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ചെറിയൊരു മെത്തേഡ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പുതിയതായിട്ട് വാങ്ങുന്ന സമയത്ത് കിട്ടിയ ചെറിയൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനത് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടാവും. അത്തരം ആപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിൽ കാണിച്ചതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഒരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഏത് ആപ്പാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കാണും. ഇവിടെ ഒരു ഐ ബട്ടൺ കാണും. ഇതാ കാണുന്ന ഐ ബട്ടൺ. ഈ ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില ഫോണിനകത്ത് ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഒപ്പം ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാ ആപ്പിനകത്തും സെറ്റിങ്സിൽ സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 ക്ലിയർ ഡാറ്റ കാണിക്കുന്നുണ്ട്. ചില ഫോണിനകത്ത് താഴെ ഭാഗത്തായിരിക്കും, ചില ഫോണിനകത്ത് മുകളിലായിരിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ക്ലിയർ ഡാറ്റ എന്നുണ്ട്, താഴെ ക്ലിയർ ക്യാഷ് എന്നും കാണാൻ സാധിക്കും. ഇവിടെ ഈ ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗത്ത് നോക്കുക, 330 MB ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 1/2 GB അടുത്ത് എൻ്റെ ഡാറ്റ സ്റ്റോറായി കിടക്കുന്നുണ്ട്. അതായത് ഈ ക്യാഷ് ഓഫ് ഫയൽ നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ അത്തരത്തിൽ ക്ലിയർ ക്യാഷ് ചെയ്യുന്ന ആപ്പിൽ നിന്ന് ഒരു ഡാറ്റയും ഡിലീറ്റ് ആയി പോകില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് കാണാൻ സാധിക്കും. ആ 330 MB ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ ഫോണിനകത്ത് വെറുതെ കിടക്കുന്ന സ്റ്റോറേജാണ്. അതായത് നമ്മൾ ഓരോ ആപ്പ് ഓരോ സമയം ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സബ് ഡാറ്റ നമ്മുടെ ഫോണിനകത്ത് സേവ് ആകും. ആ സേവ് ആകുന്ന ഡാറ്റയാണത്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ആപ്പിനും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഓരോ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ക്ലിയർ ക്യാഷ് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നല്ല പെർഫോമൻസ് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഈ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്ത് പോകരുത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗൗട്ട് ആകും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മൊത്തത്തിൽ നഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് ഓർമ്മ ഉണ്ടായിരിക്കണം. പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ക്ലിയർ ഡാറ്റ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. അത് ക്ലിക്ക് ചെയ്യേണ്ടത് താഴെ ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് വെറുതെ കിടക്കുന്ന സ്റ്റോറേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഒരു ആപ്പിനൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ നമ്മൾ നല്ലൊരു പെർഫോമൻസ് നമ്മുടെ ഫോണിനകത്തേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കും ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ കാണും. ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് 116 MB ഇവിടെ ക്യാഷ് ഫയലായിട്ടുണ്ട്. ജസ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ആപ്പ് നമ്മൾ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിന് കുറേ ക്യാഷ് ഓഫ് ഫയലുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ആപ്പിനകത്തും നിങ്ങൾ ഇതുപോലെ പോയി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആപ്പുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകളിൽ നിന്നൊക്കെ ഇതുപോലെ ക്യാഷ് ഓഫ് ഫയലുകൾ, സ്റ്റോറേജ് ക്യാഷ് ഓഫ് ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് ഒരു പരിധി വരെ നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കുകയും മാത്രമല്ല ആ ആപ്പുകൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന അത്രമേൽ പെർഫോമൻസ് കിട്ടിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.